അമേരിക്കയിലെ ടെക്സാസിലും ലുസിയാനയിലുമായിട്ട് 400 ഏക്കറിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു ഭീമൻ തടാകമാണ് കാഡോ ലേക്ക്. ഇടതൂർന്ന കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ഭൂവിഭാഗമാണിത്. നിരവധി ആളുകൾ രാത്രിയിലും പകലുമായിട്ട് അവരവരുടെ ബോട്ടുകളായി തടാകത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഈ ഒരു തടാകം മനോഹരം മാത്രമല്ല, നിഗൂഢവുമാണ്. ആ തടാകത്തിന്റെ ഉൾഭാഗങ്ങളിലായിട്ട് ചിലരൊക്കെ ചെന്നായ്ക്കളെ കണ്ടിട്ടുണ്ടത്രേ. മാത്രമല്ല, അങ്ങോട്ട് പോയവരിൽ കുറച്ച് ആൾക്കാരെ കാണാതായിട്ടുമുണ്ട്. അവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടുമില്ല. ഈ ആളുകളൊക്കെ എവിടേക്കാണ് അപ്രത്യക്ഷമായത്? ഇത്രയും ഭീമമായി ഈ തടാകത്തിന്റെ നടുവിൽ എങ്ങനെയാണ് ചെന്നായ്ക്കൾ പ്രത്യക്ഷപ്പെടുന്നത്? അതിനുത്തരം മാത്രം ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഭൂരിഭാഗം ആൾക്കാരും ഈ കഥകളൊന്നും വിശ്വസിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇനി ഈ കഥകളൊക്കെ സത്യമാണോ? എന്താണ് കാഡോ ലേക്കിന്റെ മിസ്റ്ററി? ആ നിഗൂഢതയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമ കാണാനുണ്ടായ സാഹചര്യം ആദ്യം ഒന്ന് പറയാം. കാഡോ ലേക്ക് എന്ന പേരുള്ള ഈ സിനിമ ഇറങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. ആദ്യം തന്നെ നല്ല അഭിപ്രായമാണ് വന്നത്. മാത്രമല്ല, എന്റെ ഇഷ്ടപ്പെട്ട ജോണറായ ടൈം ട്രാവൽ ആണ് ഇതിന്റെ വിഷയം. കൂടാതെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മുടെ നൈറ്റ് ശ്യാമളനാണ്. പുള്ളിയുടെ പടങ്ങളെ കുറിച്ച് അറിയാലോ, മൊത്തം കിളി പോയതായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ലാഗാണ് ഫീൽ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് കാണാൻ ഒരു മൂഡുണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് വൈഫിന് അസുഖമായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. അവർക്ക് ഡ്രിപ്പ് ഇടേണ്ടി വന്നതുകൊണ്ട് ഒരു 3 മണിക്കൂറോളം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. സമയം പോകാൻ എന്തെങ്കിലും ചെയ്യേണ്ടെന്ന് കരുതി നോക്കിയപ്പോൾ മൊബൈലിൽ ഈ സിനിമ കിടപ്പുണ്ട്. അങ്ങനെ വീണ്ടും ഇത് കാണാൻ തുടങ്ങി. നേരത്തേതുപോലെ തന്നെ ഭയങ്കര ലാഗാണ് ആദ്യം ഫീൽ ചെയ്തത്. പിന്നെ അറിയാലോ, ഹോസ്പിറ്റലിലെ ബഹളം കാരണം കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റിയില്ല. എന്നാൽ ഈ സിനിമയുടെ ഒരു ഘട്ടം വന്നപ്പോൾ സിനിമ അതിന്റെ ട്രാക്കിലേക്ക് കയറി. പിന്നെ ഒരു പോക്കായിരുന്നു മക്കളെ. കോൺസെൻട്രേഷനൊക്കെ താനേ വന്നു. ഈ സിനിമയുടെ അവസാനത്തോടടുക്കുമ്പോണ്ടല്ലോ, എന്റെ കിളിയല്ല പോയത്, മൂക്കുന്നും കണ്ണുന്നും പുകയാണ് പോയത്. അമ്മാതിരി ഒരു ഐറ്റമാണ് പടച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ സിനിമയൊക്കെ കണ്ടു തീർത്ത് കുറേ നേരം ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. എന്താണ് ഇപ്പൊ സംഭവിച്ചത്? ഇവരൊക്കെ ആരാണ്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വൈഫ് ഉഷാറായിട്ട് എന്റെ അടുത്തേക്ക് വന്നത്. എന്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ, അല്ല മനുഷ്യ, നിങ്ങൾ എന്തെങ്കിലും കിളി പോയിരിക്കുന്നത് എന്നാണ് അവൾ എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചേ, അല്ല സത്യം പറ, ഇനി നീ എന്റെ അമ്മൂമ്മ വല്ലതോ ആണോ? ചോദിച്ചു പോകും, ആരായാലും ചോദിച്ചു പോകും. അമ്മാതിരി സിനിമയാണിത്. ഇതിനു മുമ്പ് ഇഷ്ടം പോലെ ടൈം ട്രാവൽ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും നീണ്ട ഒരു ഇൻട്രോ ഞാൻ ഒരു സിനിമയ്ക്കും പറഞ്ഞിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരാളെ കൊന്ന അന്വേഷണത്തിന്റെ അവസാനം പുതിയൊരാൾ വന്നിട്ട് ഞാനാണ് വില്ലൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒന്നല്ല. മറിച്ച് ഇതിലെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തി നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ അവരൊക്കെ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കാണിച്ചു തന്നിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഐറ്റമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറ് മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അപ്പൊ ഈ സിനിമ കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെക്കുറിച്ച് ഓർക്കാൻ നിൽക്കരുത്. മറന്നു കളഞ്ഞേക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അപ്പൊ ഇത്രയാണ് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ റിവ്യൂ. ഇനി നമുക്ക് വേഗം ഈ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ആദ്യം കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ. ഇവന്റെ പേര് പാരീസ് എന്നാണ്. ഇവന്റെ അമ്മയും കൂടെ ഇപ്പൊ അവിടെ ഒരു പാലം തകർന്നിട്ട് കാറ് നേരെ വെള്ളത്തിൽ വീണിരിക്കുകയാണ്. അമ്മയാണ് വണ്ടി ഓടിച്ചത്. എന്നാൽ പെട്ടെന്ന് അവർക്ക് ഒരു അപസ്മാരം വന്നു. അവരുടെ കൈയും കാലൊക്കെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പാരീസ് എത്ര ട്രൈ ചെയ്തിട്ടും അവന്റെ അമ്മയെ അവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ ഒരു അപകടത്തിൽ അവന്റെ അമ്മ മരിച്ചു പോവാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പാരീസ് ഇപ്പൊ ജോലി ചെയ്യുന്നത് കാഡോ ലേക്കിലാണ്. ഇവന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാഡോ ലേക്കിന്റെ അടിഭാഗത്ത് അടിഞ്ഞിരിക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുക. ഇഷ്ടംപോലെ പൈപ്പിന്റെ കഷ്ണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇന്ന് അവനും അവന്റെ ഒരു കൊളീഗും കൂടെ. എന്നാൽ ഈ കാഡോ ലേക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ ഇവിടെ വെള്ളം കയറും. എന്നാൽ ചില സമയങ്ങളിൽ അതേപോലെ തന്നെ ആ വെള്ളം ഇറങ്ങുകയും ചെയ്യും. ഇന്നത്തെ ദിവസം അവരങ്ങോട്ട് വന്നപ്പോൾ അവിടുത്തെ വെള്ളം മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ അധികം വേസ്റ്റുകൾ അവർക്ക് അവിടെ നിന്ന് കിട്ടി. ഈ സമയം വേസ്റ്റുകളൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവർ പുതിയൊരു പൈപ്പ് കാണുന്നത്. എന്നാൽ അത് പൊട്ടിയ പൈപ്പ് ആയിരുന്നില്ല. അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അവർക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് അത് ഏതറ്റം വരെ പോകുന്നുണ്ട് എന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് ഊരാനും പറ്റുന്നില്ല. ഇതൊക്കെ ആവുമ്പോൾ തന്നെ അവന്റെ കൊളീഗ് പറയുന്നത്, നീ അത് അവിടെ വിട്ടേക്ക്, ഈ പൈപ്പിന്റെ അറ്റം കണ്ടെത്താനൊന്നും നമുക്ക് പറ്റത്തില്ല, അതുകൊണ്ട് നമുക്കിപ്പോ പോവാന്നും പറഞ്ഞിട്ട് അവൻ പാരീസിനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ കാഡോ ലേക്കിന്റെ ആ മുകൾ ഭാഗത്തു നിന്നുള്ള ദൃശ്യം കണ്ടോ? ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ഉൾഭാഗത്തേക്കാണ് അവർ വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ പാരീസ് ഇപ്പൊ പോർട്ടിലേക്ക് തിരിച്ചെത്തി. ഇപ്പൊ അവന്റെ അച്ഛനും അവന്റെ കൂടെയുണ്ട്. ഇവന്റെ അച്ഛന്റെ പേര് ബെൻ എന്നാണ്. അമ്മയുടെ മരണശേഷം ഈ പാരീസ് അങ്ങനെ വേറെ ആൾക്കാരുടെ അടുത്ത് അങ്ങനെ കൂട്ടുകൂടാറില്ല. ഇവൻ അച്ഛന്റെ കൂടെയല്ല താമസിക്കുന്നത്. ഇവൻ കാട്ടിലൊരു വീട് കെട്ടിയിട്ട് അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പൊ അവന്റെ അച്ഛൻ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? നീ ആൾക്കാരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോ. അമ്മ മരിച്ചതിന് ശേഷം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞില്ലേ, എന്നിട്ടും നിനക്ക് അതിന്റെ കുറ്റബോധം മാറിയിട്ടില്ലേ? നീ കാരണമല്ല നിന്റെ അമ്മ മരിച്ചത്. അമ്മയ്ക്ക് അസുഖമായതുകൊണ്ടാണ്. ആദ്യം നീ അതൊന്ന് മനസ്സിലാക്ക്. എന്നിട്ട് നിന്റെ ആ വിഷമങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോ. നീ ജീവനോടുണ്ടെന്നെങ്കിൽ ആൾക്കാർ അറിയട്ടെ എന്നൊക്കെയാണ് അവൻ ഉപദേശിക്കുന്നത്. എന്നാൽ പാരീസ് അത് വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല.
ഇനി കാണിക്കുന്നത് ഈ കഥയിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഇതിൽ മൂത്തവളുടെ പേര് എല്ലി എന്നും ഇളയതിന്റെ പേര് അന്ന എന്നുമാണ്. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. എന്നാൽ ഈ എല്ലിയുടെ ശരിക്കുള്ള സഹോദരി അല്ല ഈ അന്ന. 7 വർഷങ്ങൾക്ക് മുമ്പ് എല്ലിയുടെ അച്ഛൻ അവളുടെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. എന്നാൽ ഇപ്പൊ എല്ലി ജീവിക്കുന്നത് ഡാനിയൽ എന്നു പേരുള്ള മറ്റൊരുത്തന്റെ കൂടെയാണ്. ആ ഡാനിയലിന്റെ മകളാണ് ഈ അന്ന. അതായത് എല്ലിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ് ഈ അന്ന എന്ന് പറയുന്നത്. അവരിപ്പം എന്തോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം അവർ ആ കടയിൽ നിന്ന് ഇറങ്ങി. ഇവർക്ക് വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കാഡോ ലേക്കിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. സാധാരണയായിട്ട് എല്ലാവരും ആ ലേക്കിലൂടെ അങ്ങനെ ബോട്ടുമായിട്ട് പോകാറുണ്ട്. ഇപ്പൊ ഈ കുട്ടികളും എല്ലിയുടെ ബോട്ടും എടുത്തിട്ടാണ് ഇപ്പൊ ആ കടയിലേക്ക് വന്നിരിക്കുന്നത്. ഇവരുടെ വീടിരിക്കുന്നത് ഈ കാഡോ ലേക്കിന്റെ കരയിലാണ്. അവരിപ്പോ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് കരയിലായിട്ടൊരു മുതല കിടക്കുന്നു. എന്നാൽ മുതലയുടെ മുഴുവൻ ശരീരഭാഗങ്ങളില്ല. അതിനെ ആരോ നെടുകെ കട്ട് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ ബാക്കി ഭാഗങ്ങളൊന്നും അവിടെ കാണുന്നുമില്ല. അവിടെ വേറെയും കുറെ കുട്ടികളുണ്ട്. അവരെല്ലാവരും ആ മുതലയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം എല്ലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ട് ആ മുതലയെ പിടിച്ചിട്ട് അവിടുത്തെ വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നു. എങ്ങനെയാണ് ആ മുതൽ ഇവിടേക്ക് വന്നത്, അതിന്റെ പകുതി ആരാണ് എടുത്തുകൊണ്ട് പോയത് എന്ന കാര്യമൊന്നും എല്ലിക്കും മനസ്സിലായിട്ടില്ല. ഇനി കാണിക്കുന്നത് പാരീസിനെയാണ്. അവനിപ്പോ നേരെ ഒരു ഡോക്ടറെ കാണാനാണ് പോയിരിക്കുന്നത്. അമ്മ മരിച്ചിട്ട് കുറെ വർഷങ്ങളായെങ്കിലും അവന്റെ അമ്മയുടെ മരണത്തിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്കുണ്ടായ വിറയല് തന്നെ. എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് അവർക്ക് അപസ്മാരം തന്നെയാണെന്നാണ്. ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നുകൂടെ കൺഫേം ചെയ്യാനാണ് ഇവനിപ്പോ ഒരു ഡോക്ടറെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അവൻ ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്നതും നിന്റെ അമ്മയ്ക്ക് ഒരിക്കലും മാറാത്തൊരു അപസ്മാരമായിരുന്നു എന്നാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷെ അപസ്മാരം വന്ന എത്ര ആൾക്കാരെ എനിക്കറിയാം, അവരുടെ ഒന്നും ചെവിയിലൂടെ ചോര വരാറില്ലല്ലോ. എന്റെ അമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അമ്മയ്ക്ക് വളരെ കുറച്ച് തവണ മാത്രമേ ഈ അപസ്മാരം ഉണ്ടായിട്ടുള്ളൂ. അതിനൊക്കെ കാരണം എന്താണ് എന്നാണ് അവൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നോക്ക് പാരീസ്, നിങ്ങൾ ആ ആക്സിഡന്റിൽ പെട്ടത് ആ പാലം തകർന്നുകൊണ്ടാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരുടെ ചെവിയിലൂടെ ചോര വന്നത്. നിന്റെ അമ്മയ്ക്ക് അപസ്മാരം തന്നെയാണ്. ഇനി ഇതിന്റെ അപ്പുറത്തേക്കൊരു ഉത്തരം തരാൻ എനിക്ക് പറ്റത്തില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും അവൻ ആ അന്വേഷണത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അവൻ അറിയണം. എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മാത്രം അമ്മയ്ക്ക് ആ വിറയൽ വരുന്നത്, മാത്രമല്ല ചെവിയിൽ നിന്ന് ചോരയും വന്നു. ഇതിന്റെയൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കണം എന്നവൻ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഡോക്ടറെ കണ്ടതിന് ശേഷം പാരീസ് നേരെ പോകുന്ന കാട്ടിലേക്കാണ്. അവിടെ അവനൊരു വീടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അവൻ അവിടെ ഒരു വീട് കൂടെ കെട്ടാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവളുടെ പേര് സി എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് കണ്ടുമുട്ടാറുണ്ട്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ അവള് പഠനത്തിന് വേണ്ടി വേറെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ കാര്യം കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോ അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ വീട്ടിൽ തന്നെ കൂടി. ഇനി കാണിക്കുന്നത് എല്ലിയെ അവളുടെ ഫാമിലിയാണ്. ഇന്നത്തെ ദിവസം അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിനിടയിൽ എല്ലി അന്നയും കൂട്ടി ബാത്റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നയുടെ ഒരു പല്ലിളകിയിട്ടുണ്ട്. കുറെ ദിവസമായി അവൾ ആ കാര്യം തന്നെ ഇങ്ങനെ പറയുന്നു. ഇപ്പൊ ആ പല്ലിളക്കി കൊടുക്കാനാണ് എല്ലി അന്നയും കൊണ്ട് ബാത്റൂമിലേക്ക് വന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ പല്ലിളക്കി കൊടുക്കുന്നു. അതിനുശേഷം അവർ ആ പാർട്ടിക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ അവിടെ പാർട്ടി നടത്തുന്നത് ഈ എല്ലിയുടെ സ്റ്റെപ്പ് ഫാദർ ആണ്, അതായത് ഡാനിയൽ. എല്ലിയുടെ അമ്മയുടെ പേര് സെലസ്റ്റ് എന്നാണ്. ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഡാനിയലിന്റെ ആൾക്കാരാണ്. എന്നാൽ എല്ലിക്ക് ഈ പാർട്ടിക്ക് വലിയ താല്പര്യമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഡാനിയലിനെ അവള് സ്റ്റെപ്പ് ഫാദറായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതിന്റെ കാരണം അവളുടെ യഥാർത്ഥ അച്ഛൻ തന്നെയാണ്. ഈ എല്ലി ജനിക്കുന്നതിന് 7 വർഷങ്ങൾക്ക് മുമ്പ് അയാളെ കാണാതായതാണ്. എങ്കിലും അവളുടെ അച്ഛനോട് അവൾക്ക് ഇപ്പോഴും ശരിക്കും ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് പുതിയൊരു അച്ഛനെ അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് ഇത്ര ബുദ്ധിമുട്ട്. അങ്ങനെ ആ പാർട്ടിക്ക് നടക്കുന്നതിനിടയിൽ അന്ന കുറെ ചിത്രശലഭങ്ങളെ അവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഒന്നും തോന്നത്തില്ലെങ്കിലും ആ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾക്ക് ആ ചിത്രശലഭങ്ങളെ കാണുമ്പോൾ ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിത്രശലഭങ്ങളൊക്കെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ചേ ഇവറ്റകൾ ഇപ്പൊ ഭൂമിയിലുള്ളൂ. നിനക്ക് ഇവറ്റകൾ എവിടുന്നാണ് കിട്ടിയത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അതിന് അന്ന മറുപടി പറയുന്നത്, എനിക്കിതിനെ ലേക്കിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണെന്നാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലി ആണെങ്കിൽ പാത്രം കഴുകാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. ഈ സമയം എല്ലിയുടെ അമ്മയായ സെലസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അവളെ കാണുമ്പോൾ എല്ലി ഒരു പ്രത്യേക കാര്യം അവളുടെ അടുത്ത് പറയാണ്. ഞാൻ ഉടനെ തന്നെ വേറൊരു കോഴ്സിനും കൂടെ ചേരുന്നുണ്ട്. അതുകൊണ്ട് അച്ഛന്റെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം എന്നാണ് അവൾ പറയുന്നത്. അതേക്കുമ്പോ എന്തിനാണ് നിന്റെ അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്? നിനക്കിപ്പോ വേറൊരു അച്ഛനുണ്ടല്ലോ, ഡാനിയല്. പുള്ളിയല്ലേ ഇപ്പൊ നിന്റെ ഗാർഡിയൻ. പുള്ളി വന്ന് ഒപ്പിട്ടോളും എന്നാണ് സെലസ്റ്റ് പറയുന്നത്. എന്നാൽ എല്ലി അതിന് സമ്മതിക്കുന്നില്ല. എന്റെ സെക്കൻഡ് നെയിം എന്റെ അച്ഛന്റെ പേരാണ്, അതുകൊണ്ട് എനിക്ക് അച്ഛന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി എന്നാണ് എല്ലി പറയുന്നത്. പക്ഷെ അവൾ എത്ര നിർബന്ധിച്ചിട്ടും സെലസ്റ്റ് അതിന് സമ്മതിക്കുന്നില്ല. അതിന് കാരണം അവളുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് സെലസ്റ്റിന് അവളുടെ അച്ഛനെ തീരെ ഇഷ്ടമല്ല. അമ്മ തരില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോവാൻ തീരുമാനിച്ചിട്ടില്ല. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വെളിയിലിരിക്കുന്ന സമയത്ത് അമ്മയുടെ റൂമിലേക്ക് കയറി അമ്മയുടെ പെട്ടിയൊക്കെ തപ്പാൻ തുടങ്ങി. അതിനകത്ത് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്താണ് അന്ന അവളുടെ അടുത്തേക്ക് വരുന്നത്. അന്ന അങ്ങോട്ട് വന്നതിന് ശേഷം അവളെ ഒരു ലോക്കറ്റ് കാണിക്കുന്നുണ്ട്. ഈ ലോക്കറ്റ് അന്നയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഈ സെലസ്റ്റിന്റെ ആഭരണപ്പെട്ടിയിൽ നിന്നാണ്.
ഇതെങ്ങനെയുണ്ട്, ഇതെനിക്ക് ചേരുന്നുണ്ടോ എന്നാണ് അന്ന അവളുടെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ ഇപ്പൊ ആ സർട്ടിഫിക്കറ്റ് കണ്ടെടുക്കേണ്ട തിരക്കിലായതുകൊണ്ട് അവൾ അതിനെ വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ സമയത്താണ് അന്ന മറ്റൊരു കാര്യം കൂടെ പറയുന്നത്. ചേച്ചി അറിഞ്ഞില്ലേ, നിന്റെ അമ്മ എന്നെ ദത്തെടുക്കാൻ പോവാണ്. അങ്ങനെ വരുമ്പോ എന്റെ അച്ഛൻ നിന്നെയും ദത്തെടുത്തോളും എന്നാണ് അന്ന പറയുന്നത്. അത് കേൾക്കുമ്പോ എന്നെ ആരും അങ്ങനെ ദത്തെടുക്കൊന്നും വേണ്ട, പിന്നെ നിനക്ക് നിന്റെ അമ്മേനെ കാണണമെന്നൊന്നും ആഗ്രഹമില്ലേ എന്നാണ് എല്ലി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ ഞാൻ അച്ഛന്റെ കൂടെ നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്, എന്റെ യഥാർത്ഥ അമ്മ ഹോസ്റ്റലിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും ഇഷ്ടമില്ല, എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം എന്നാണ് അന്ന അതിന് മറുപടി പറയുന്നത്. അവൾ ആ സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് എല്ലിയാണെങ്കിൽ അവളുടെ സെർച്ചിങ് ഇങ്ങനെ തുടരുകയാണ്. ഈ സമയത്താണ് സെലസ്റ്റും ഡാനിയലും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. അവൾ ആ പെട്ടിയൊക്കെ തപ്പുന്നത് കാണുമ്പോൾ സെലസ്റ്റിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. വല്ലാതെ അവൾ എല്ലിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അവളോട് ഇറങ്ങി പോവാനും പറയുന്നു. അത് കേൾക്കുന്ന എല്ലിയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത നിരാശയിൽ വളരെ ദേഷ്യത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് കാണുമ്പോൾ പോകുന്ന വഴിക്ക് പാത്രങ്ങളൊന്നും തല്ലിപ്പൊട്ടിക്കാൻ നിൽക്കരുത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോണം എന്നാണ് സെലസ്റ്റ് പറയുന്നത്. സെലസ്റ്റ് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ മാസം ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ പാത്രങ്ങൾ മൊത്തം എറിഞ്ഞു പൊട്ടിച്ചിട്ടാണ് എല്ലി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സെലസ്റ്റ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ എല്ലി ആണെങ്കിൽ ഇത്തവണ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ബോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അവളിപ്പോ നേരെ പോകുന്നത് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ക്ലെയർ എന്നാണ് അവളുടെ പേര്. ക്ലെയറിന്റെ അടുത്തേക്കാണ് അവളിപ്പോ പോകുന്നത്. സാധാരണ ക്ലെയറിന്റെ കൂടെ അവളുടെ വീട്ടിലാണ് അവൾ താമസിക്കാറുള്ളത്. ഇനി കാണിക്കുന്നത് പാരീസിനെയാണ്. കുറച്ച് സമയത്തെ സംസാരത്തിനൊക്കെ ശേഷം അവന്റെ ഗേൾ ഫ്രണ്ടായ സി ഇപ്പം അവനോട് ബൈ പറഞ്ഞിട്ട് അവിടുന്ന് പോയി. അവള് പോയി കഴിയുമ്പോഴാണ് പാരീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവനൊരു പട്ടിയുണ്ട്, അതിപ്പോ വല്ലാതെ കുരയ്ക്കുകയാണ്. മാത്രമല്ല എന്തോ കണ്ട് അത് കുറച്ചപ്പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. പാരീസ് ആണെങ്കിൽ അത് കണ്ട ഉടനെ പട്ടിയുടെ പുറകെ പോവാണ്. ഇനി നമ്മൾ എല്ലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾ ആ ബോട്ടുമായിട്ട് ആ ലേക്കിലൂടെ മുന്നോട്ട് തന്നെ പോവാണ്. അവളിപ്പം ആ തടാകത്തിന്റെ ഏകദേശം നടുഭാഗത്തെത്തി. എന്നാൽ പെട്ടെന്നാണ് അവളുടെ ബോട്ട് അവിടെ സ്റ്റക്കായി പോകുന്നത്. അവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങനെ താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബോട്ട് ഇപ്പൊ സ്റ്റക്കായത്. പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. പേടിപ്പിക്കുന്ന ഒരു ശബ്ദമാണെങ്കിലും അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യമൊന്നും എല്ലിക്ക് മനസ്സിലാവുന്നില്ല. ഇതേ ശബ്ദം തന്നെ പാരീസും കേൾക്കുന്നുണ്ട്. അവൻ ആ ലേക്കിലേക്ക് നോക്കുമ്പോൾ ഒന്നിനും കാണുന്നില്ല. എന്നാൽ ആ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്താണ് ആ ശബ്ദം എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ എല്ലിയുടെ അടുത്തേക്ക് വരുമ്പോ ഇപ്പൊ ആ ശബ്ദം കേൾക്കുന്നത് നിന്നു. എന്നാൽ ഈ സമയത്താണ് അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച അവള് കാണുന്നത്. അത് ചെന്നായ്ക്കളായിരുന്നു. ഇവറ്റകൾ എങ്ങനെയാണ് ഈ കായലിന്റെ നടുഭാഗത്ത് വരുന്നത്? ഓക്കെ, വെള്ളം താഴ്ന്നത് കൊണ്ടാണെന്ന് പറയാം, പക്ഷെ എവിടെ നിന്ന് ഇവറ്റകൾ വന്നു? അപ്പൊ ഈ നാട്ടിൽ പറയുന്ന കഥകളൊക്കെ സത്യമാണ് എന്ന കാര്യം എല്ലിക്ക് മനസ്സിലായി. പിന്നീട് അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. അവളെ കഷ്ടപ്പെട്ട ആ ബോട്ടും എടുത്തിട്ട് വേഗം ക്ലെയറിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ രാത്രിയാകുമ്പോൾ അവള് ക്ലെയറിന്റെ അടുത്തെത്തി. അവളിപ്പോ കണ്ട കാര്യങ്ങളൊക്കെ ക്ലെയറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ക്ലെയർ പറയുന്നത്, പ്രകൃതിയുടെ കാര്യങ്ങളല്ലേ, എപ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക എന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഈ കായലിൽ നിന്നും പല തവണ പല പേടിപ്പിക്കുന്ന തരത്തിലുള്ള സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും എന്താന്ന് പോലും എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്ലെയർ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലിയുടെ മൊബൈലിലേക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. അവളുടെ അമ്മയായ സെലസ്റ്റ് അയച്ച മെസ്സേജാണ്. വല്ലാതെ പാനിക് ആയിട്ടാണ് അവർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവരതിൽ പറയുന്നത് അന്ന മിസ്സിംഗ് ആണ്. അവൾ അവളുടെ ബോട്ടും എടുത്തുകൊണ്ട് എവിടേക്ക് പോയി, പിന്നീട് അവൾ തിരിച്ചു വന്നിട്ടില്ല. അവളിപ്പോ എല്ലാവരോട് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. നീ വേഗം നിന്റെ ബോട്ടും കൊണ്ട് വീട്ടിലേക്ക് വാ എന്നാണ് സെലസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അന്ന മിസ്സായി എന്ന് കേൾക്കുമ്പോൾ എല്ലിക്കും ഭയങ്കര ടെൻഷനായി. അതുകൊണ്ട് തന്നെ അവൾ വേഗം അവളുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലി അവളുടെ വീട്ടിലേക്ക് എത്തി. അവൾ അവളുടെ ബോട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് വേഗം വീട്ടിനകത്തേക്ക് പോവാണ്. വീട്ടിനകത്തേക്ക് കയറുമ്പോൾ സെലസ്റ്റ് ആണെങ്കിൽ വളരെ വെപ്രാളത്തിൽ ആരൊക്കെയോ ഇങ്ങനെ വിളിച്ചിട്ട് അന്ന മിസ്സായ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഡാനിയൽ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്, നീ വന്ന ബോട്ട് എവിടെയെന്നാണ്. അത് കേൾക്കുമ്പോൾ അവൾക്കും സംശയമായി. കാരണം ഇപ്പോഴാണ് അവൾ ആ ബോട്ട് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ബോട്ട് അവിടെ കാണുന്നില്ല. അതിപ്പോ ആരാണ് എടുത്തോണ്ട് പോയത്? അതിനെക്കുറിച്ചാണ് എല്ലി ചിന്തിക്കുന്നത്. എന്നാൽ ഈ സമയം അന്നയെക്കുറിച്ച് ഓർത്ത ടെൻഷനിലായതുകൊണ്ട് ഡാനിയൽ അതൊക്കെ വിട്ടു. അയാളിപ്പോ വേറെ ബോട്ട് സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വേഗം വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇനി കാണിക്കുന്നത് പാരീസിനെയാണ്. അവനിപ്പോ ആ ലേക്കിലെ കാട്ടിനുള്ളിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ നേരത്തെ കണ്ട ആ പൈപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ അറ്റം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്നവൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി അവൻ കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഇപ്പൊ അവിടുത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് മുന്നോട്ട് നടക്കാം. അങ്ങനെ അവൻ നടന്ന് ഒരു സ്ഥലത്തെത്തി. ഈ സമയം അവൻ നോക്കുമ്പോൾ അവന്റെ കുറെ മുമ്പിലായിട്ട് ഒരു പമ്പ് സെറ്റ് കാണുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ആ പൈപ്പ് അവസാനിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ ആ കാര്യം അവന്റെ വയർലെസ്സിൽ വിളിച്ചിട്ട് അവന്റെ ഫ്രണ്ടിനെ അറിയിക്കുകയാണ്. എന്നാൽ അവൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് ആ വയർലെസ് സംസാരിക്കുമ്പോൾ അതിന് റേഞ്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഫ്രണ്ടിനെ ആ കാര്യം വിളിച്ച് അറിയിക്കാൻ അവന് പറ്റിയില്ല. എങ്കിലും ആ പമ്പിന്റെ അടുത്തേക്ക് തന്നെ പോവാം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ മുന്നോട്ട് നടക്കുകയാണ്. എന്നാൽ അവൻ മുന്നിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് ഭൂം എന്നൊരു സൗണ്ട് കേൾക്കുന്നത്. മാത്രമല്ല ആ കാൽ അവൻ അങ്ങോട്ട് വെച്ചപ്പം അവിടെ ചെറിയ രീതിയിൽ ഒരു കളർ വ്യത്യാസം കാണുന്നുണ്ട്. എന്തോ ഒരു ആവരണത്തിൽ ചവിട്ടിയ പോലെ. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ് വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നത്. മാത്രമല്ല ചെന്നായ്ക്കളുടെ ഓരിയിടൽ അവൻ കേൾക്കുന്നുണ്ട്.
അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര ടെൻഷനായി. അവൻ വേഗം തന്നെ കാല് പുറകിലേക്ക് എടുക്കുകയാണ്. കാല് പുറകിലേക്ക് എടുത്തപ്പോഴും അഭം എന്നുള്ള സൗണ്ട് കേട്ടു. മാത്രമല്ല ആ ചെന്നായ്ക്കളുടെ ശബ്ദം നിലയ്ക്കുകയും ചെയ്തു. ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ കൈ ഇങ്ങനെ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. ഇതേ വിറയിൽ തന്നെയായിരുന്നു അവന്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ പുറകിലേക്ക് നിൽക്കുമ്പോഴാണ് അവന്റെ ഫ്രണ്ട് അവനെ വിളിക്കുന്നത്. പിന്നീട് അവന് മുന്നോട്ട് പോകാൻ തോന്നിയില്ല. അവൻ വേഗം തന്നെ അവന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം അവൻ അങ്ങോട്ട് നടക്കുമ്പോൾ വെള്ളം ഇറങ്ങിയതുകൊണ്ട് കുറേയേറെ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇത്രയും സമയമായിട്ടും അത് അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ അതിലെ വരുമ്പോഴാണ് അവനതൊക്കെ കാണുന്നത്. മാത്രമല്ല അവന്റെ ഫ്രണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളൊന്നും നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ സാധനങ്ങളിലൊക്കെ തട്ടിയിട്ട് ബോട്ട് ഇവിടെ സ്റ്റക്കായി. നീ ഇതൊന്ന് മൂവ് ചെയ്യാൻ സഹായിച്ചേ എന്നാണ് ഫ്രണ്ട് പറയുന്നത്. അതിനെ തുടർന്ന് അവൻ ആ ബോട്ടിൽ സ്റ്റക്കായ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാണ്. ഈ സമയത്താണ് അവന്റെ കയ്യിൽ ഒരു ലോക്കറ്റ് കിട്ടുന്നത്. ഇതേ ലോക്കറ്റ് തന്നെയാണ് നേരത്തെ അന്നയുടെ കയ്യിലുണ്ടായിരുന്നത്. അതായത് സെലസ്റ്റിന്റെ ആഭരണപ്പെട്ടിയിൽ നിന്ന് കിട്ടിയത്. എന്നാൽ ആ ലോക്കറ്റ് കാണുമ്പോൾ അവന് അത്ഭുതമാണ് തോന്നുന്നത്. ഇനി എല്ലിയുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇപ്പൊ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അന്നയെ തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് പോലീസുകാർ ഇപ്പൊ അവരോട് പറയുന്നത്. സെലസ്റ്റ് ആണെങ്കിൽ അന്നയെ തിരിച്ചറിയാനുള്ള ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് അന്നയുടെ മുന്നിലത്തെ ഒരു പല്ലില്ല, അവളുടെ മുടി ബ്രൗൺ കളറാണ്, പിന്നെ ഒരു ഹുഡി ധരിച്ചിട്ടാണ് അവൾ പോയിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെലസ്റ്റ് ഇപ്പൊ പോലീസുകാരുടെ അടുത്ത് പറയുന്നത്. ഇനി പാരീസിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ പാരീസ് ഇപ്പൊ നേരെ അവന്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് അവന്റെ അച്ഛൻ താമസിക്കുന്ന വീട്ടിലേക്ക്. അവന്റെ അമ്മയുടെ പഴയ കുറെ സാധനങ്ങളൊക്കെ ഇപ്പോഴവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവൻ അതാണ് ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിൽ അവന്റെ അമ്മയുടെ ഒരു ലോക്കറ്റ് അവന് കിട്ടുന്നുണ്ട്. നേരത്തെ അവന് കായലിൽ നിന്ന് കിട്ടിയ ആ ലോക്കറ്റിന്റെ അതേപോലെ തന്നെയാണ് അവന്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റും ഇരിക്കുന്നത്. ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് അവൻ ആ ലോക്കറ്റ് അവിടെ നിന്ന് കണ്ടെടുത്തപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായത്. അങ്ങനെ അവൻ ആ 2 ലോക്കറ്റും എടുത്തിട്ട് വേഗം തന്നെ ആ വീട്ടിൽ നിന്ന് പോവാണ്. ഇനി എല്ലിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലിയും ടീമും ഇപ്പൊ അന്നയെ അന്വേഷിച്ചിട്ട് ആ കായലിൽ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എവിടെയൊക്കെ തെരഞ്ഞിട്ടും അവർക്ക് അന്നയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് നേരെ പാരീസിന്റെ അടുത്തേക്ക് പോവാം. പാരീസ് ഇപ്പം അവന്റെ ഗേൾഫ്രണ്ടായ സിയെയും കൂട്ടി അവൻ നേരത്തെ പോയ ആ സ്ഥലത്തേക്ക് പോവാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന 2 ലോക്കറ്റ് ഉണ്ടല്ലോ, അതിപ്പം അവൻ സിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അവനുണ്ടായ അനുഭവം അവളെയും കൂടെ കാണിച്ചു കൊടുക്കാനാണ് അവനിപ്പോൾ അവളെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. എന്നാൽ ആ സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ അവൻ അങ്ങോട്ട് വന്ന ആ കാൽപ്പാടുകളൊക്കെ പോയിട്ടുണ്ട്. മാത്രമല്ല ആ സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ നേരത്തെ അവന് ഫീൽ ചെയ്ത കാര്യങ്ങളൊന്നും ഇപ്പൊ ഫീൽ ചെയ്യുന്നുമില്ല. ഇനി നമുക്ക് നേരെ എല്ലിയുടെ സ്ഥലത്തേക്ക് വരാം. സമയം രാത്രിയാണ്. കുറെ നേരത്തെ അലച്ചിലിനൊടുവിൽ അവർക്കിപ്പോൾ അന്നയുടെ ബോട്ട് കിട്ടി. എന്നാൽ അന്നയെ ഇതുവരെയായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവരെല്ലാവരും കൂടെ ഇപ്പൊ അന്നയുടെ ആ ബോട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് എല്ലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ബോട്ടിനകത്ത് ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോ അതിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലി അവരുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈഫ് ജാക്കറ്റ് ഇതിൽ കാണുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അന്ന അത് ധരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവളുടെ ജീവനൊന്നും അപകടം പറ്റിയിട്ടുണ്ടാവത്തില്ല എന്നാണ് എല്ലി പറയുന്നത്. ഇനി കാണിക്കുന്നത് പാരീസിനെയാണ്. അവൻ സിയെയും കൂട്ടി നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ അവൻ അവിടുത്തെ ഫയലുകളും കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അവന്റെ അമ്മയുടെ കുറെ ഡീറ്റെയിൽസ് ആണ് അതിലുണ്ടായിരുന്നത്. അതിലൊരു പേപ്പർ എടുത്തതിന് ശേഷം ചില കാര്യങ്ങൾ അവൻ സിയുടെ അടുത്ത് പറയാണ്. നീ ഇത് നോക്കിക്കേ, അമ്മയ്ക്ക് അപസ്മാരം വന്ന എല്ലാ വർഷങ്ങളും അച്ഛൻ ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഇതിൽ 1993 കണ്ടില്ലേ? ഈ 93 അമ്മയ്ക്ക് 3 തവണയാണ് അപസ്മാരം വന്നത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1993 മറ്റൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട്. അതായത് ആ വർഷം മൊത്തം ഇവിടെ വരൾച്ചയായിരുന്നു. തടാകത്തിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അമ്മയ്ക്ക് അപസ്മാരം ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേക്കിലെ വെള്ളം താഴുമ്പം അവിടെ എന്തോ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. ആ പ്രതിഭാസവും അമ്മയുടെ അപസ്മാരവുമായിട്ട് ബന്ധവുമുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ നേരത്തെ അങ്ങോട്ട് പോയപ്പം അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്റെ കൈ വിറയ്ക്കുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ വെള്ളം കുറയുമ്പോൾ അവിടെ എന്തോ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് അവനിപ്പോ സിയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അവൾക്ക് അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. അവള് പറയുന്നത്, നീ എന്തൊക്കെയാണ് പാരീസ് ഈ പറയുന്നത്? പ്രതിഭാസമോ? അങ്ങനെയൊന്നുമില്ല. നിന്റെ കൈ വിറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിന്റെ അമ്മയിൽ നിന്ന് നിനക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, അല്ലാതെ ഇതിന് വേറൊരു എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അവളുടെ ആ സംസാരത്തിൽ അവൾക്ക് ഇതിനോടൊന്നും തീരെ താല്പര്യമില്ല എന്ന കാര്യം പാരീസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിന്നീട് അവൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും അവളോട് പറയാനും പോയില്ല. ഇനി നമുക്ക് നേരെ എല്ലിയുടെ വീട്ടിലേക്ക് വരാം. ഇപ്പൊ അന്നയെ കാണാതായിട്ട് 3 ദിവസം കഴിഞ്ഞു. എല്ലി ഇപ്പം അവളുടെ അമ്മയായ സെലസ്റ്റിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവൾ അങ്ങോട്ട് ചെല്ലുമ്പം സെലസ്റ്റ് ആണെങ്കിൽ വല്ലാതെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. അത് അന്ന മിസ്സായത് കൊണ്ടാണ് എന്ന കാര്യം എല്ലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലി അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അന്ന തീർച്ചയായിട്ടും തിരിച്ചു വരും. മാത്രമല്ല അന്ന തിരിച്ചു വരുന്ന പോലെ തന്നെ എന്റെ അച്ഛനും തിരിച്ചു വരും എന്നൊക്കെയാണ് എല്ലി ഇപ്പൊ സെലസ്റ്റിന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ അവൾ അച്ഛനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പം സെലസ്റ്റിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അപ്പൊ നീ അയാളെയും കാത്തിരിക്കുകയാണോ? നീ എന്താ വിചാരിച്ചത്? അയാൾ എന്തിനാണ് എന്നെ വിട്ടു പോയെന്ന് നിനക്കറിയോ? അയാൾക്ക് പുതിയൊരു കാമുകിയെ കിട്ടി. അവക്ക് വേണ്ടിയിട്ടാണ് അയാൾ എന്നെയും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്. ആ കാമുകയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അന്ന് അവൾ എന്റെ അടുത്ത് കയർക്കാൻ വന്നു. അന്ന് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നീ അന്ന് കൈക്കുഞ്ഞായിരുന്നു. അന്ന് അവളും നിന്നെ കണ്ടതാണ്.
അന്ന് അവള് പോവാൻ നേരത്ത് ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അവനെ കാണുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നൊന്ന് അറിയിക്കാൻ വേണ്ടി. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിന്റെ അച്ഛൻ ഇപ്പൊ വേറൊരു പെണ്ണിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി ദയവ് ചെയ്തിട്ട് അയാളുടെ കാര്യം എൻ്റെ അടുത്ത് മിണ്ടിപ്പോരുത് എന്നൊക്കെയാണ് സെലസ്റ്റ് ഇപ്പൊ ദേഷ്യത്തോടെ പറയുന്നത്. അതെല്ലാം കേട്ട് വളരെ വിഷമിച്ചിരിക്കുകയാണ് എല്ലി. അങ്ങനെ എല്ലി ഉടനെ തന്നെ അവളുടെ ബോട്ടുമായിട്ട് അവിടുന്ന് പുറപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും അന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അതാണ് അവളുടെ ലക്ഷ്യം. അങ്ങനെ കുറെ പോയി ഒരു തകർന്നു കിടക്കുന്ന പാലത്തിന്റെ അടുത്തെത്തുമ്പോഴാണ് എല്ലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ വെള്ളത്തിലായിട്ട് കുറെ ചിത്രശലഭങ്ങൾ കിടക്കുന്നുണ്ട്. ഇതേ ചിത്രശലഭങ്ങളെയാണ് അന്നെ നേരത്തെ ആ ഗസ്റ്റുകളൊക്കെ വന്നപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലി അവളുടെ അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമയം ഇപ്പൊ രാത്രിയായി. കുറെ മുന്നിലെത്തി കഴിയുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ബോട്ട് അവിടെ സ്റ്റക്ക് ആവുന്നത്. ആ ലേക്കിലെ വെള്ളം മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ അവളുടെ ബോട്ട് അവിടെ സ്റ്റക്ക് ആവാൻ കാരണം. അവൾ ആ ബോട്ട് ശരിയാക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു ബോട്ട് അങ്ങോട്ട് വരുന്നത്. അതിലുണ്ടായിരുന്നത് പോലീസുകാരാണ്. അവരിപ്പോ അന്നെ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ പോലീസുകാര് എല്ലിയെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന കാര്യം അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മരത്തിന്റെ അവിടെ പതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് മുകളിലോട് ഒരു ഹെലികോപ്റ്റർ വരുന്നത്. അതും അന്നെ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവൾ മുന്നോട്ട് ഓടാൻ തുടങ്ങി. ആ ഓട്ടത്തിനിടയിലാണ് നേരത്തെ പാരീസ് കാട്ടിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായ അതേ ശബ്ദം കേൾക്കുന്നത്. അതായത് അവൾ അതിൽ ക്രോസ് ചെയ്യുമ്പോൾ ഭൂം എന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. ഇവിടെ നമുക്കൊരു കാര്യം ക്ലിയർ ആണ്. ആ കാട്ടിന്റെ നടുവിലായിട്ട് ഒരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ അവൾ ആ പോർട്ടലിനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ഹെലികോപ്റ്ററിനെ അവിടെ കാണുന്നില്ല. ഈ സമയത്താണ് എല്ലി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ അവളുടെ ഫോൺ എടുത്തിട്ടില്ല. അത് അവളുടെ ബോട്ടിലാണ് ഇരിക്കുന്നത്. എന്നാൽ അവൾ അവളുടെ ബോട്ടിലേക്ക് നോക്കുമ്പോൾ ബോട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ ബോട്ടും കാണുന്നില്ല. ഇതെന്തും അറിയുമായും എന്നാണ് അവളിപ്പോ ചിന്തിക്കുന്നത്. അങ്ങനെ അവൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും രാവിലെയായി. ഇപ്പൊ അവൾ നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഒരാൾ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. ഒരു ബോട്ടിലാണ് അയാൾ നിൽക്കുന്നത്. അങ്ങനെ അവൾ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ അയാളാണ് അവളെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. എന്നാൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവൾ കാണുന്നത് സെലസ്റ്റ് ഫോണിൽ സംസാരിക്കുന്നതാണ്. എന്നാൽ സെലസ്റ്റ് ഫോണിൽ പറയുന്നത് അന്നെ മിസ്സായ കാര്യങ്ങളാണ്. അത് കാണുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അന്നെ മിസ്സായിട്ട് ഇപ്പൊ 3 ദിവസമായി. അന്ന് അവര് ഫോണിൽ സംസാരിച്ച അതേ ആളോടാണ് ഇപ്പോഴും സെലസ്റ്റ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ കാര്യം അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൾ അവളുടെ ജനലിലൂടെ നോക്കുമ്പോൾ വേറൊരു എല്ലി അവളുടെ ബോട്ടിൽ അവിടേക്ക് വന്ന് ഇറങ്ങാണ്. ഇപ്പൊ അവൾക്കൊരു കാര്യം ക്ലിയർ ആയി. അവളിപ്പോ 3 ദിവസം മുന്നേക്ക് എത്തിയിരിക്കുന്നു. അതായത് അന്നെ മിസ്സായ കാര്യം ക്ലെയറിന്റെ വീട്ടിലിരിക്കുന്ന എല്ലിയെ അറിയിച്ചതിന് ശേഷം എല്ലി അവളുടെ ബോട്ടിൽ അങ്ങോട്ട് വന്ന കാഴ്ചയാണ് ഈ രണ്ടാമത്തെ എല്ലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ പണി കിട്ടി എന്ന കാര്യം എല്ലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പഴയ എല്ലി വീട്ടിലേക്ക് കയറുമ്പോഴേക്കും ഇവള് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. എന്നിട്ട് നേരെ ചെന്നിട്ട് ഇപ്പൊ പഴയ എല്ലി വന്ന ആ ബോട്ടിലേക്ക് തന്നെ കയറിയിട്ട് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് അന്നെ കാണാതായി എന്ന് അറിഞ്ഞിട്ട് എല്ലി വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നീട് എല്ലിയും ഡാനിയലും വെളിയിലേക്ക് ഇറങ്ങിയപ്പം അവൾ വന്ന ബോട്ട് മിസ്സായിരുന്നു. ആ കാര്യം ഓർക്കുന്നില്ലേ? അതെങ്ങനെയാണ് മിസ്സായത് എന്ന കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഫ്യൂച്ചറിൽ എല്ലി തന്നെയാണ് ആ ബോട്ട് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെ എല്ലി വീണ്ടും പോകുന്നത് ആ കാട്ടിലേക്ക് തന്നെയാണ്. പോകുന്ന വഴിക്ക് അവളുടെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. ആ കാര്യം അവളെ ശ്രദ്ധിക്കുകയും ചെയ്തു. കാരണം അവൾക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോ പാരീസിന്റെ അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ അവനും അവന്റെ ബോട്ടും എടുത്തിട്ട് ആ കായലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും എല്ലിയുടെ അടുത്തേക്ക് തന്നെ പോവാം. അവളിങ്ങനെ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൾ അന്നയുടെ ബോട്ട് കാണുന്നത്. അവൾ ഉടനെ തന്നെ അവിടുത്തെ ആ കാട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവളിങ്ങനെ അന്നയെ ഉറക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം വിളിച്ചു കഴിയുമ്പോൾ അന്നെ വിളി കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ഷനിലാണ് എല്ലി ഇപ്പൊ നടക്കുന്നത്. ഇനിയിപ്പോ പാരീസിന്റെ അടുത്തേക്ക് വരുമ്പോൾ എല്ലി ഇങ്ങനെ ഉറക്കെ വിളിക്കുന്ന ശബ്ദവും അന്ന റിപ്ലൈ കൊടുക്കുന്നതും ഈ പാരീസിനും കേൾക്കുന്നുണ്ട്. അവനും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇനി എല്ലിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവളിപ്പോ നടന്ന് അന്നയുടെ അടുത്തെത്തി. അവളെ കണ്ട ഉടനെ എല്ലി അവളുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ ആ ഓടുന്ന വഴിക്ക് അവൾ ആ പോർട്ടൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അത് അവൾക്ക് ഫീലും ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലി നോക്കുമ്പോൾ അവളുടെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അന്നയെ കണ്ടതുകൊണ്ട് അവൾ അതൊക്കെ വിട്ടു. അവൾ വേഗം അന്നയുടെ അടുത്തേക്ക് പോവാണ്. അന്നയാണെങ്കിൽ അവിടെ സ്റ്റക്കായി കിടക്കുന്ന അവളുടെ ബോട്ട് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം തന്നെ പാരീസ് ആണെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പോർട്ടൽ അവൻ ക്രോസ് ചെയ്യുന്നത്. അത് അവന് ശരിക്കും ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ മുന്നിലേക്ക് ടോർച്ച് അടിക്കുകയാണ്. കറക്റ്റായിട്ട് അവൻ ആ ആവരണം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും മനസ്സിലാവാതെ അവൻ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും ഒരു പോർട്ടൽ കൂടെ അവൻ ക്രോസ് ചെയ്തു. എന്നാൽ ആ പോർട്ടൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ രാവിലെയാണ്. ഇതൊക്കെ കണ്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവൻ നന്നായിട്ട് പേടിച്ചിട്ടുമുണ്ട്. തിരിച്ചു പോയാലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് അവന്റെ മുന്നിലായിട്ട് അവനൊരു കാര്യം കാണുന്നത്. അതൊരു പെൺകുട്ടി അവിടെ വീണ് കിടക്കുന്നതാണ്. ഇനി നമുക്ക് എല്ലിയുടെ അടുത്തേക്ക് പോവാം. അവളിപ്പോൾ അന്നയുടെ അടുത്തെത്തി. അന്ന വല്ലാതെ പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അത് കാണുമ്പോൾ നീ എന്തിനാണ് അന്ന ഇങ്ങോട്ട് പോകുന്നത് എന്നാണ് എല്ലി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നീ കാരണമാണ് ഞാൻ വന്നത്.
നീ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വീട്ടിലുണ്ടാക്കിയത്? അവിടുത്തെ പാത്രങ്ങൾ മൊത്തം എറിഞ്ഞുടച്ചു, എല്ലാരെയും നീ ടെൻഷനിലാക്കി. എന്നിട്ടല്ലേ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? നീ ക്ലെയറിന്റെ അടുത്തേക്കായിരിക്കും പോവാ എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ പുറകെ വന്നത്. ഞാനാണെങ്കിൽ ഇവിടെ പെട്ടുപോവുകയും ചെയ്തു എന്നൊക്കെയാണ് അന്ന പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എല്ലിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. കാരണം അന്ന ഇപ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒരു മാസം മുന്നേ നടന്ന കാര്യങ്ങളാണ്. മാത്രമല്ല അവളുടെ ആ സംസാരത്തിൽ എല്ലി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അത് അന്നയുടെ പല്ലായിരുന്നു. ആ പല്ലാണ് അവള് പറിച്ചു കൊടുത്തത്. എന്നാൽ ഇപ്പം ആ പല്ല് അവിടെ തന്നെയുണ്ട്. അതൊക്കെ കണ്ട് ഒരു ഞെട്ടലോടെയാണ് എല്ലി അവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലി ഇപ്പം മീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മാസം മുന്നേയുള്ള അന്നയാണ്. ഇനി നമുക്ക് നേരെ പാരീസിന്റെ അടുത്തേക്ക് പോവാം. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ ബോധം കെട്ട് കിടക്കാണ്. ഇതും അന്ന തന്നെയാണ്. എന്നാൽ ഈ അന്നയാണ് അവിടെ കാണാതായിരിക്കുന്ന അന്ന. അവളുടെ പുറത്തെന്തോ ഒരു മരക്കഷ്ണമൊക്കെ കുത്തി കയറിയിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാണ്. എന്നിട്ട് അവളെ പൊക്കിയെടുത്ത് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നടന്നൊരു സ്ഥലത്തെത്തുമ്പോഴാണ് അവൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവിടെ എന്തൊക്കെയോ മെഷീൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഒരുപാട് പഴയ കാലത്തുള്ള മെഷീൻസ് ആണ്. അതൊക്കെ കണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ പിന്നെ അവളെയും കൊണ്ട് നടക്കാൻ തുടങ്ങി. ഇനി എല്ലിയുടെ അടുത്തേക്ക് വരുമ്പോൾ എല്ലി അന്നയും കൊണ്ട് ഇപ്പോൾ അവരുടെ വീട്ടിലെത്തി. എന്നാൽ ഇപ്പോൾ അവൾ എത്തിയിരിക്കുന്നത് ഒരു മാസം മുന്നേയുള്ള അവളുടെ വീട്ടിലാണ്. അവൾ അങ്ങോട്ട് കയറുമ്പം അവിടെ പാത്രങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഒരു മാസം മുന്നേയുള്ള എല്ലി തകർത്ത പാത്രങ്ങളാണത്. ആ പാത്രങ്ങൾ വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ സെലസ്റ്റ് ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. ഇപ്പൊ എല്ലിയെ കാണുമ്പോൾ അവൾ വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ എല്ലി ആണെങ്കിൽ വേഗം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. ഈ സമയം ഡാനിയൽ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കാണുന്ന എല്ലി ഡാനിയലിന്റെ അടുത്തൊരു കാര്യം പറയാണ്. ഒരു കാരണവശാലും അന്നയെ ബോട്ടുമായിട്ട് ഇനി തടാകത്തിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കരുത് എന്നാണ് എല്ലി അയാളുടെ അടുത്ത് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇനി പാരീസിന്റെ അടുത്തേക്ക് വരുമ്പോൾ പാരീസ് ഇപ്പൊ അന്നയും കൊണ്ട് മുന്നോട്ട് തന്നെ നടക്കുകയാണ്. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ പാലം തകർന്നിട്ടാണ് അവന്റെ അമ്മ മരിച്ചുപോയത്. എന്നാൽ ഇപ്പം ആ പാലം പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ അവൻ കുറച്ച് ആൾക്കാരെ അവിടെ കണ്ടെത്തി അന്നെ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഈ സമയം പാരീസ് അവരുടെ അടുത്ത് മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇതേതാണ് വർഷമെന്ന്. അവരതിന് പറഞ്ഞ മറുപടി അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പൊ അവൻ നിൽക്കുന്നത് വർഷം 1952 ഒരു ഞെട്ടലോടെ അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ മറ്റൊരു കാഴ്ച കാണുന്നത്. അത് കുറേയേറെ ചെന്നായ്ക്കളായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ചെന്നായ്ക്കൾ ലേക്കിലേക്ക് വരുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അതായത് ഈ ചെന്നായ്ക്കളും ആ പോർട്ടൽ കടന്നിട്ടാണ് വരുന്നത്. ഇനി കാണിക്കുന്നത് എല്ലിയാണ്. അവളിപ്പോൾ പോകുന്നത് ആ തടാകത്തിലേക്ക് തന്നെയാണ്. നേരത്തെ അവൾ ആ പോർട്ടൽ കണ്ടെത്തിയ സ്ഥലമുണ്ടല്ലോ, അവിടേക്കാണ് അവളിപ്പോൾ പോകുന്നത്. അങ്ങനെ അവൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അവളുടെ കാൽപ്പാടുകൾ നോക്കിയിട്ടാണ് അവളിപ്പോൾ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോൾ അവൾ ഒരു പോർട്ടൽ ക്രോസ് ചെയ്തു. അതോടുകൂടെ സമയം രാവിലെയായി. അങ്ങനെ പിന്നെ അവൾ അവിടെ വട്ടം ചുറ്റാൻ തുടങ്ങി. ഈ സമയം ഒരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. എന്തോ ഒരു പാട്ട് വെച്ച ശബ്ദം. അവൾ അതിനെയും ഫോളോ ചെയ്താണ് നടക്കുന്നത്. അങ്ങനെ അവൾ പിന്നെയും ഒരു പോർട്ടലും കൂടെ ക്രോസ് ചെയ്തു. അതോടുകൂടെ അവളിപ്പോൾ മറ്റൊരു സ്ഥലത്തെത്തി. ഇനി പാരീസിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനിപ്പോൾ ആ കാട്ടിലൂടെ നടക്കുകയാണ്. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് കുറേയേറെ പൂമ്പാറ്റകളായിരുന്നു. ഇതേ പൂമ്പാറ്റയാണ് നേരത്തെ നമ്മൾ ആ കായലിൽ കണ്ടതും അതേപോലെ അന്ന ആ ഗസ്റ്റിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ പൂമ്പാറ്റകളൊക്കെ വരുന്നത് 1952 നിന്നാണ്. അവറ്റകളൊക്കെ ഇപ്പൊ പറന്നു പോയിട്ട് ആ പോർട്ടൽ വഴി അപ്പുറത്തേക്ക് പോവാണ്. അതോടുകൂടെ അവറ്റകളൊക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ പാരീസും ആ പൂമ്പാറ്റകൾ പോയ വഴിയെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവനും ഒരു പോർട്ടൽ ഇപ്പോൾ ക്രോസ് ചെയ്തു. ഇനി എല്ലിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അങ്ങനെ നടക്കുകയാണ്. ആ പാട്ട് കേൾക്കുന്നത് മറ്റേ ഒന്നുമല്ല, അത് അവളുടെ ഫോണിന്റെ റിംഗ് ടോൺ ആയിരുന്നു. അങ്ങനെ നടന്ന് അവൾ ആ ഫോൺ ഇരിക്കുന്ന സ്ഥലത്തെത്തി. അതായത് ആ ഫോൺ ഇരിക്കുന്നത് അവളുടെ ബോട്ടിലാണ്. നേരത്തെ അവളുടെ ഒരു ബോട്ട് മിസ്സായിട്ടില്ലായിരുന്നോ? ആ പോലീസുകാരൊക്കെ വന്നപ്പം രാത്രിയിൽ ഹെലികോപ്റ്റർ കണ്ട് അവൾ ഓടിയില്ലേ? അങ്ങനെയാണല്ലോ അവൾ ആദ്യം പോർട്ടൽ ക്രോസ് ചെയ്തത്. അതോടെ അവളുടെ ആ ബോട്ട് മിസ്സായിരുന്നു. ഇപ്പൊ ആ ബോട്ടാണ് അവൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇപ്പൊ അവൾ നിൽക്കുന്നതാണ് അവളുടെ യഥാർത്ഥ സമയം. പക്ഷെ അവളുടെ സമയത്ത് അന്നെ അവൾക്ക് കിട്ടിയിട്ടില്ല. അവൾ ഇപ്പോഴും കാട്ടിൽ തന്നെ ഉണ്ടാവും എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ വെറുതെ ഇനി ആ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും വഴി തെറ്റും. വഴിയല്ല, സമയം തെറ്റും. അതുകൊണ്ട് ഇനി നടക്കുന്ന വഴി അവൾക്ക് അറിയണം. അതിനുവേണ്ടി അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലൊരു വലിയ കയറുണ്ട്. അവൾ അത് അവിടുത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അവളിപ്പം നടക്കുന്ന വഴി ആ കയറുമായിട്ട് പോകാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ഒരു പോർട്ടൽ അവൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇനി പാരീസിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനിപ്പോൾ ആ കാട്ടിലൂടെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് നേരത്തെ എല്ലി കെട്ടിയ ആ കയറവൻ കാണുന്നത്. അവൻ ഉടനെ തന്നെ ആ കയറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൽ പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ സമയവും എല്ലിയാണെങ്കിൽ ആ കയറുമായിട്ട് മുന്നോട്ട് തന്നെ പോവാണ്. അതിനിടയിൽ അവൾ വീണ്ടും ഒരു പോർട്ടൽ ക്രോസ് ചെയ്തിട്ട് ഇപ്പൊ മറ്റൊരു സമയത്തെത്തി. ഇതേ സമയം തന്നെ പാരീസ് ആണെങ്കിൽ ആ കയറിൽ പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പോർട്ടൽ അവൻ ക്രോസ് ചെയ്യുന്നത്. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ ചെവിയിൽ നിന്ന് ചോര വരുന്നുണ്ട്. അവന്റെ അമ്മയുടെ ചെവിയിൽ നിന്നും ഇതുപോലെ ചോര വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയം എല്ലിയാണെങ്കിൽ വേറെ ഏതോ ഒരു സമയത്ത് ആ കയർ ഒരു മരത്തിൽ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് പ്രശ്നമില്ല. അവളുടെ സമയത്തേക്ക് തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ ആ കയറ് കെട്ടിയ വഴി നടന്നാൽ മതി. എന്നാൽ ഈ സമയത്ത് അവളുടെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പാരീസ് ആണെങ്കിൽ ആ കയറും പിടിച്ച് നടന്ന് ഇപ്പൊ എല്ലിയുടെ ബോട്ടിന്റെ അടുത്തെത്തി.
ഈ സമയം എല്ലി ആണെങ്കിൽ ഇപ്പൊ അവള് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. ആ സെർച്ചിങ്ങിൽ അവൾക്ക് അന്നയുടെ ആ ലൈഫ് ജാക്കറ്റ് കിട്ടുന്നുണ്ട്. അതായത് അവളിപ്പോ നിൽക്കുന്നത് വർഷം 1952 നേരത്തെ പാരീസ് അന്നയെ എടുത്തോണ്ട് പോയില്ലായിരുന്നു. ആ സമയത്ത് അവൻ ആ ലൈഫ് ജാക്കറ്റ് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് എടുത്തോണ്ട് പോയത്. ആ ലൈഫ് ജാക്കറ്റാണ് ഇപ്പൊ എല്ലിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അത് ശരിക്കും പഴകിയിട്ടുണ്ട്. ഇനിയിപ്പോ അന്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് അവളിപ്പോ ചിന്തിക്കുന്നത്. ഈ സമയം അവൾ നോക്കുമ്പോൾ അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. അവൾ ഉടനെ തന്നെ ആ ബോട്ട് അവിടെ നിന്ന് എടുക്കുകയാണ്. ഇതേ സമയം തന്നെ പാരീസ് ആണെങ്കിൽ എല്ലിയുടെ ബോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ ഒരു പാലം തകർന്നു കിടക്കുകയാണ്. അത് കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. കാരണം അവന്റെ സമയത്ത് ആ പാലം തകർന്നിട്ടില്ല, അതിനൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പോലീസുകാരനൊരു ബോട്ടിൽ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ പാരീസിന്റെ അടുത്ത് ID ചോദിക്കുകയാണ്. എന്നാൽ ഇപ്പൊ ID കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം പാരീസിന് അറിയാം. അതുകൊണ്ട് തന്നെ അവന്റെ ബോട്ടുമായിട്ട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. എന്നാൽ ആ പോക്കിൽ അവന്റെ ബോട്ട് ഒരു സ്ഥലത്ത് ഇടിച്ചിട്ട് അവൻ വെള്ളത്തിലേക്ക് തെറിച്ചു വീഴാണ്. ഇതേ സമയം തന്നെ എല്ലി ആണെങ്കിൽ ആ ബോട്ടുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി. അവളിപ്പോൾ അവളുടെ സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്നാൽ അവൾ ബോട്ട് നിർത്തിയിട്ട് കരയിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ഇലക്ഷന്റെ പോസ്റ്ററാണ്. അതിൽ കാണിച്ചിരിക്കുന്ന വർഷം 2005. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. ഈ സമയം തന്നെ നേരത്തെ കണ്ട പോലീസുകാരൻ ഇപ്പൊ പാരീസിനൊരു ആംബുലൻസിലേക്ക് കയറ്റി. അവന്റെ ചെവിയിൽ നിന്ന് ഇങ്ങനെ ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൻ ആംബുലൻസിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നത് ഇത് ഏത് വർഷമാണെന്നാണ്. അവർ പറയുന്നത് ഇത് വർഷം 2022 ഈ സമയം തന്നെ എല്ലി ആണെങ്കിൽ ഇപ്പൊ നടന്ന ഒരു സൂപ്പർ മാർക്കറ്റിലെത്തി. അവൾ അതിന്റെ അകത്തേക്ക് കയറിയിട്ട് അന്നെ അവിടെയൊക്കെ തിരക്കാൻ തുടങ്ങി. എന്നാൽ ആരും തന്നെ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. അങ്ങനെ അവൾ വെളിയിലേക്ക് ഇറങ്ങി. അതിലെ പോകുന്ന ചെറിയ കുട്ടികളെയൊക്കെ അവൾ നോക്കുന്നുണ്ട്. എന്നാൽ അത് ആരും തന്നെ അന്നയായിരുന്നില്ല. അങ്ങനെ ആ സെർച്ചിങ്ങിനിടയിലാണ് അവൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു കാർ നിർത്തിയിട്ടുണ്ട്. ആ കാറിന്റെ മിററിലായിട്ട് ഒരു ലോക്കറ്റ് നോങ്ങുന്നുണ്ട്. ഇതേ ലോക്കറ്റ് ആയിരുന്നു അന്നയുടെ കയ്യിലുണ്ടായിരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ ആ കാറിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം തന്നെ പാരീസ് ആണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഒരു പോലീസുകാരൻ അവനിങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് ആ ബോട്ട് കിട്ടിയെന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവനിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടുന്നില്ല. ഇതേ സമയം തന്നെ എല്ലി ആണെങ്കിൽ ആ കാറിന്റെ അടുത്താണ്. പക്ഷെ ആ കാർ ലോക്കാണിപ്പോൾ. അതുകൊണ്ട് തന്നെ അവൾ അതിന് പുറത്തേക്ക് കയറിയിട്ട് അവിടുത്തെ ചില്ലൊക്കെ പൊട്ടിച്ചു. എന്നിട്ട് ആ കാർ തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് കയറി ആ ലോക്കറ്റ് എടുത്തു. ഈ സമയത്താണ് ആ കാറിന്റെ ഓണർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ അവൾ ആ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വെളിയിലേക്ക് ഇറങ്ങുന്ന വഴി അവളുടെ കാല് തട്ടിയിട്ട് കുറെ പേപ്പറുകൾ താഴേക്ക് വീഴുന്നുണ്ട്. ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞ കുറെ നോട്ടീസുകളായിരുന്നു അത്. ഈ സമയം കാറിന്റെ ഓണർ അവിടേക്ക് എത്തി. ഈ ഓണർ മറ്റാരുമല്ല, അത് പാരീസിന്റെ ഗേൾഫ്രണ്ടായ സി ആയിരുന്നു. അവളെ കണ്ട ഉടനെ തന്നെ എല്ലി ചോദിക്കുന്നത് ആ ലോക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ സി അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവൾ ആ ലോക്കറ്റ് തിരിച്ചു മേടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു മൽപ്പിടുത്തം നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ആൾക്കാരും അവിടെ കൂടി. ആൾക്കാരൊക്കെ ഉടനെ തന്നെ അവരെ പിടിച്ച് മാറ്റുകയും ചെയ്തു. ഈ സമയം എല്ലി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. സത്യം പറഞ്ഞോ, ഈ ലോക്കറ്റ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതെന്റെ അനിയത്തിയുടെ ലോക്കറ്റാണ്, അതുകൊണ്ട് സത്യം പറഞ്ഞോ എന്നൊക്കെയാണ് എല്ലി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഈ താഴെ വീണ് കിടക്കുന്ന ഈ നോട്ടീസ് കണ്ടില്ലേ, ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്, ഇത് അയാളുടെ അമ്മയുടെ ലോക്കറ്റാണ്. അമ്മയുടെ പേര് അന്ന ലാങ്. കാണാതാവുന്നതിന് മുമ്പ് അവൻ എനിക്ക് തന്നാണിത് എന്നാണ് സി പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ എല്ലി അവിടെ നിന്നും ഒരു നോട്ടീസ് എടുക്കുകയാണ്. അതിലുണ്ടായിരുന്നത് പാരീസിന്റെ ഫോട്ടോ ആണ്. 2003 മുതൽ അവനെ കാണാനില്ല, അതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ സിയുടെ കയ്യിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. അതിങ്ങനെ വല്ലാതെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ സമയം സി ആണെങ്കിൽ അതിനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ആ സമാധാനിപ്പിക്കുന്ന സമയത്ത് സി ആ കുഞ്ഞിനെ വിളിക്കുന്നത് എല്ലി എന്നാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലിക്കൊരു ഞെട്ടലായിരുന്നു. അവളിങ്ങനെ അത്ഭുതത്തോടെ സീനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം സി അവളുടെ അടുത്ത് ചോദിക്കുന്നത്, അപ്പൊ ഈ നോട്ടീസിൽ കാണുന്നവനെ നിനക്ക് അറിയാലേ, നിന്റെ കൂടെയാണല്ലോ അവനിപ്പം. നിനക്കറിയോ, അവൻ എന്റെ ബോയ് ഫ്രണ്ടാണ്, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. നീ ഇനി അവനെ കാണുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്ക്, നിന്നെ ഞാൻ കണ്ടെത്തിയെന്ന്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ നീ പറയണം. ഇത്രയും കാലം അവൻ നിന്റെ കൂടെ ജീവിച്ചില്ലേ, അത് ഞാൻ ക്ഷമിക്കാം. ഉടനെ തന്നെ എന്റെ അടുത്തേക്കൊന്ന് തിരിച്ചു വരാൻ പറ അവനോട്. ഞാനും അതുപോലെ എന്റെ കുഞ്ഞും അവന് വേണ്ടി വെയിറ്റിംഗ് ആണ്, അതൊന്നും നീ അവനെ അറിയിക്കണം എന്നാണ് സി പറയുന്നത്. ഈ സമയത്താണ് എല്ലി ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. അവളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സി ഉണ്ടല്ലോ, അത് അവളുടെ അമ്മയായ സെലസ്റ്റ് തന്നെയാണ്. സെലസ്റ്റിന്റെ യങ് വേർഷനാണിത്. ഇപ്പൊ അവളുടെ ഒക്കത്തിരിക്കുന്നത് ഈ എല്ലി തന്നെയാണ്, അവളുടെ കുട്ടി രൂപം. ഇതൊക്കെ അവൾക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവൾ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു ഇന്റർനെറ്റ് കഫേയിലേക്കാണ്. അന്ന ലാങ്ങിനെ കുറിച്ചിട്ടാണ് അവൾ ഇപ്പൊ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നത്. അതിൽ നിന്നും അന്ന ലാങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൾക്ക് കിട്ടി. അതായത് 1999 55ാമത്തെ വയസ്സിൽ ഒരു പാലം തകർന്നു വീണ് അന്ന ലാങ് മരിച്ചുപോയി. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് അവൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയത്. മാത്രമല്ല അവൾ ടീച്ചറായിട്ടാണോ വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ സമയം എല്ലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 1999 അവർ മരിച്ചത്. മരിക്കുന്ന സമയത്ത് 55 വയസ്സ് പ്രായം. അപ്പൊ 1999 നിന്നും 55 കുറച്ചാൽ 1944. അന്നെ കാണാതാവുമ്പോൾ അവളുടെ പ്രായം 8 വയസ്സായിരുന്നു. അപ്പൊ 1944 8 കൂട്ടി കഴിഞ്ഞാൽ 1952. ആ ഒരു കണക്ക് റെഡിയായി.
അങ്ങനെ അവൾ 1952 ചില ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും അന്ന പഠിച്ച സ്കൂളിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അവൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ അന്നയുണ്ടായിരുന്നു. 8 വയസ്സുണ്ടായിരുന്ന അന്നയുടെ ഫോട്ടോയും ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ അന്നയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ സെയിം ആള് തന്നെയാണ്. ഇതിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം അവൾ തിരിച്ചറിയാണ്. എന്തായാലും പാരീസ് ആണ് അവളുടെ അച്ഛൻ എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. പാരീസിന്റെ അമ്മയാണല്ലോ ഈ അന്ന ലാങ്. ഇപ്പൊ ഈ അന്ന ലാങ് തന്നെയാണ് മിസ്സായ അന്ന എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം അനിയത്തിയായി കണ്ട അന്ന അവളുടെ അച്ഛമ്മയാണ്. ഈ സമയം തന്നെ പാരീസ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് അവൻ അവിടെ ഒരു ന്യൂസ് കാണുന്നത്. ആ ന്യൂസിൽ പറയുന്നത് 8 വയസ്സുള്ള അന്നയെ കാണാതായ വാർത്തയാണ്. അവളുടെ ഡീറ്റെയിൽസും അതിൽ പറയുന്നുണ്ട്. അതിൽ നിന്നും പാരീസിനും ഒരു സത്യം മനസ്സിലായി. അവൻ എടുത്തോണ്ട് പോയ ആ കുട്ടി അന്നയായിരുന്നു അവന്റെ അമ്മ. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, അതാണ് അവന്റെ മനസ്സിൽ. അങ്ങനെ അവൻ വീണ്ടും നടക്കുമ്പോഴാണ് ഒരു റൂമിനകത്ത് നല്ല പ്രായമായ ഒരാളെ കാണുന്നത്. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് അവന്റെ അച്ഛനാണ്. ഇപ്പോഴത്തെ പാരീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അവന്റെ അച്ഛന്റെ ഫ്യൂച്ചർ രൂപമാണ്. അങ്ങനെ അവൻ അച്ഛനെ കണ്ടെത്തുമ്പോൾ അവൻ അവന്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് അവൻ ഇത്രയും നേരം എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അതായത് കാട്ടിനകത്തൊരു പോർട്ടലുണ്ട്, അതിലൂടെ നമുക്ക് സമയങ്ങൾ കടന്ന് സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെ സഞ്ചരിച്ചതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ ആരോഗ്യ പ്രശ്നം ഉണ്ടായത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അവന്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത്. മാത്രമല്ല, എനിക്ക് ആ പോർട്ടൽ അടയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു പോകണം. പിന്നെ സെലസ്റ്റ് വന്നാൽ പറയണം, ഉറപ്പായിട്ടും ഞാൻ അവളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന്. ഇത്രയും കാര്യങ്ങളാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് കുറെ ആൾക്കാർ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ഒരു കാർ അവന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. അവൻ വേഗം തന്നെ ചെന്നിട്ട് അതിലത്തെ ആൾക്കാരൊക്കെ ഇറക്കി വിടുകയാണ്. അതിനകത്തുണ്ടായിരുന്നത് സെലസ്റ്റും ഡാനിയലും ആയിരുന്നു. ഈ സമയം സെലസ്റ്റ് ആണെങ്കിൽ പാരീസിനെ കാണുകയും ചെയ്യുന്നുണ്ട്. 2003 കാണാതായ പാരീസിനെ അതേ രൂപത്തില് അതേ കോലത്തില് അവള് 2022 വെച്ച് കാണുകയാണ്. ഈ സമയം അവനാണെങ്കിൽ ആ കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ കുറെ പോയി അവനൊരു പാലത്തിന്റെ അടുത്തെത്തി. ഈ സമയം നല്ല മഴ പെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് പോലീസുകാരൊക്കെ കണ്ടുവരുന്നത്. ഇനിയിപ്പം അവന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാമിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. നേരെ ആ കാട് ലക്ഷ്യമാക്കിയിട്ടാണ് അവൻ നീന്തുന്നത്. എന്നാൽ അധിക ദൂരം അവന് നീന്താൻ പറ്റുന്നില്ല. അവന് കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. ഇതേ സമയം തന്നെ എല്ലി ആണെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കാട്ടിലേക്ക് എത്തി. അവളിപ്പം ആ കയറ് പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോൾ അവൾ 2-3 പോർട്ടലൊക്കെ കടന്നു. എന്നാൽ ഈ സമയം നല്ല മഴ പെയ്യുന്നുണ്ട്. അതോടുകൂടെ അവിടെ വെള്ളം കയറാൻ തുടങ്ങി. അങ്ങനെ വെള്ളം മൊത്തം കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി പോർട്ടലൊക്കെ അടഞ്ഞു പോവാണ്. അതോടുകൂടെ ആ കയറ് കട്ടായി പോവുകയും ചെയ്തു. അവളിപ്പോൾ ആ കയറെടുത്ത് നോക്കുമ്പോൾ ഒരാള് കത്തി വെച്ച് കട്ട് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മുതലയെ കണ്ടിട്ടില്ലായിരുന്നു? അതിന്റെ ശരീരഭാഗം കട്ട് ചെയ്ത പോലെ ആയിരുന്നല്ലോ. അപ്പൊ ആ മുതലയ്ക്കും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ സമയം എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അവൾ ഡാനിയലിന്റെ സൗണ്ട് കേൾക്കുന്നത്. അയാളിപ്പം ഒരു ബോട്ടുമായിട്ട് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എല്ലി വേഗം അയാളുടെ അടുത്തേക്ക് എത്തി. അയാളിപ്പോൾ അന്നയെ അന്വേഷിച്ചിറങ്ങിയതാണ്. അയാളുടെ സംസാരത്തിൽ അന്നയെ കാണാതായിട്ട് 3 ദിവസത്തിന് ശേഷമുള്ള സമയത്തേക്കാണ് അവളിപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതായത് അവളുടെ യഥാർത്ഥ സമയം വർഷം 2022. ഇത്രയും കാലം ഈ ഡാനിയലിനെ അവൾക്ക് തീരെ ഇഷ്ടമല്ലാത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്നാമത് അവളുടെ യഥാർത്ഥ അച്ഛൻ കാരണം, രണ്ടാമത് ഈ ഡാനിയൽ എന്ന് പറയുന്നത് അവളുടെ ഫാമിലിയെ അല്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. എന്നാൽ ഇപ്പൊ അവൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാനിയൽ എന്ന് പറയുന്നത് ഈ എല്ലിയുടെ അച്ഛന്റെ അമ്മയുടെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ എല്ലിക്ക് ഇപ്പം അയാളുടെ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം എല്ലി വീട്ടിലെത്തി. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ സെലസ്റ്റ് ഇപ്പൊ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഒരു ന്യൂസ് ആണ് അവളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അവിടെ വെച്ചിട്ടാണല്ലോ അവൾ പാരീസിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ടിവിയിൽ പാരീസ് ആ വെള്ളത്തിൽ വീണ് മരിച്ചുപോയ ന്യൂസാണ് കാണിക്കുന്നത്. ഈ സമയം എല്ലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നേരത്തെ കിട്ടിയ അന്നയുടെ ആ സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടല്ലോ, കുട്ടിയായിരിക്കുമ്പോൾ ഉള്ളത്, അത് സെലസ്റ്റിന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഒരേ ഒരു കാര്യമാണ് അവൾ അവളുടെ അമ്മയുടെ അടുത്ത് പറയുന്നത്, അച്ഛൻ നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോയതല്ലാന്ന്. അത് കേൾക്കുന്ന സെലസ്റ്റ് ആണെങ്കിൽ വളരെ സങ്കടത്തോടെ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവരുടെയും കിളി പോയോ? ഇനിയിപ്പം ഇവരുടെ എല്ലാവരുടെയും ടൈം ലൈൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം അന്നയെ കാണിക്കുന്നത് വർഷം 2022 ആ കാലത്ത് അവളുടെ പ്രായം 8 വയസ്സാണ്. അങ്ങനെ 8ാമത്തെ വയസ്സിലാണ് അന്ന ആ കാട്ടിലെത്തുന്നതും അവിടുത്തെ ഒരു പോർട്ടൽ വഴി വർഷം 1952 എത്തുന്നത്. ഇതേ സമയം തന്നെ 2003 പാരീസ് ഒരു പോർട്ടൽ വഴി 1952 എത്തി. എന്നിട്ട് അവൻ അന്നയെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ്. പിന്നീട് അന്ന വളർന്നത് 1952 ഇങ്ങോട്ടാണ്. അവള് പഠിച്ചു, വലുതായി, ഒരു ടീച്ചറൊക്കെയായി, കല്യാണം കഴിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് ഈ പാരീസ്. അങ്ങനെ വർഷം 1999 55ാമത്തെ വയസ്സിൽ അന്ന മരിച്ചു. അതിനുശേഷം 2003 അവളുടെ മകനായ പാരീസ് അവന്റെ അമ്മയുടെ പ്രോബ്ലംസ് അന്വേഷിച്ചിറങ്ങി. ഇതാണ് അന്നയുടെയും പാരീസിന്റെയും കഥ. ഈ 2003 കാലഘട്ടങ്ങളിൽ പാരീസിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. സി എന്നാണ് അവളുടെ പേര്. അവളുടെ യഥാർത്ഥ പേര് സെലസ്റ്റ് എന്നാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ റിലേഷനിൽ അവൾ പ്രഗ്നന്റ് ആയി. അതിനുശേഷമാണ് പാരീസിനെ കാണാതാവുന്നത്. അങ്ങനെ പാരീസിന് സിക്കുണ്ടായ കുട്ടിയാണ് ഈ എല്ലി.
അങ്ങനെ 2022 വന്നപ്പം എല്ലി പുതിയൊരാളെ കണ്ടെത്തി. അയാളാണ് ഡാനിയൽ. അയാളുടെ മകളാണ് ഈ കുട്ടി അന്ന. ഇതാണ് ഇവരുടെ ഒരു ടൈം ലൈൻ. ചുരുക്കി പറഞ്ഞാൽ ഡാനിയലിന്റെ മകളായ അന്നയുടെ മകനായ പാരീസിന്റെ ഗേൾഫ്രണ്ടായ സി. ഈ പാരീസിന് സിയിലുണ്ടായ കുട്ടിയാണ് എല്ലി. ഒന്നുകൂടെ പറഞ്ഞാല് എല്ലിയുടെ അച്ഛനാണ് പാരീസിന്റെ അമ്മയാണ് അന്നയുടെ അച്ഛനാണ് ഡാനിയൽ. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ ആവും. ഞാനിപ്പോ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ. പാരീസ് ആണ് അന്നയെ എടുത്തിട്ട് 1952 ഹോസ്പിറ്റലിലേക്ക് ആക്കിയത്. ഓക്കെ, പക്ഷെ എങ്ങനെയാണ് പാരീസ് ആദ്യം ജനിച്ചത്? അതായിരിക്കുമല്ലോ എല്ലാവരുടെയും സംശയം. അതിനുള്ള ഉത്തരം സയൻസ് ആണ്, ഒരു സയൻസ് ഫിക്ഷൻ. അതിനെ പാരഡോക്സ് എന്ന് പറയും. പലതരത്തിലുള്ള പാരഡോക്സ് ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ പാരീസിന്റെ കേസിൽ ആ പാരഡോക്സിനെ പറയുന്നത് ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്നാണ്. എന്താണ് ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സിൽ പറയുന്നത്? ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അതിനെ സമയത്തിന്റെ പുറകിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഭാവിയിൽ അതേ വസ്തുവിന്റെയും അല്ലെങ്കിൽ അതേ ഇൻഫർമേഷന്റെയും ഒറിജിന് കാരണമാവും. അങ്ങനെ വരുമ്പോൾ അതൊരു ക്ലോസ്ഡ് കാഷ്വൽ ലൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് ഈ ഒരു ലൂപ്പിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല. പിന്നെ അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനൊരു കാരണമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ അത് സ്വയം ക്രിയേറ്റ് ആയതാണെന്ന് പറയാം. അതായത് പറഞ്ഞു വരുന്നത് നമ്മുടെ പാരീസിന്റെ ഫസ്റ്റ് ക്രിയേഷൻ അതിനൊന്നുകിൽ ഒരു കാരണമില്ല, അല്ലെങ്കിൽ അവൻ സ്വയം ക്രിയേറ്റ് ആയതാണ്. ഇങ്ങനെ തിയറിറ്റിക്കലി അതിന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ലോജിക്കും തോന്നുന്നില്ലല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഈ സമയത്തിന്റെ പുറകിലേക്ക് സഞ്ചരിക്കാന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന്. ഇനി ഭാവിയിൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞു വെച്ച തിയറികളൊക്കെ പൊളിച്ചെഴുതേണ്ടി വരും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.